നീ പറയുന്ന വാക്കുകൾ നിനക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ മരണം പറഞ്ഞപ്പോ മരണം മാത്രമാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നീ മരണം പറഞ്ഞപ്പോ നിന്നിലേക്ക് വന്നത് ഡയബറ്റിക് ആകാം. നീ മരണം പറഞ്ഞപ്പോ നിനക്ക് വന്നത് ഒരു ആക്സിഡന്റ് ആകാം. നീ മരണം പറഞ്ഞപ്പോ നിനക്ക് വന്നത് ഒരു ആത്മഹത്യാ ചിന്തയാകാം. നീ മരണം പറഞ്ഞപ്പോ നിനക്ക് വന്നത് ഒരു സാമ്പത്തിക തകർച്ചയാകാം. അത് നിമിത്തം നീ ജീവൻ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കാം. നീ മരണം പറഞ്ഞപ്പോ നിനക്ക് വന്ന ഒരു അപമാനമാകാം. അതെങ്ങനെയാ? നിന്റെ മക്കൾ കൊള്ളരുതായ്മ ചെയ്തു, അത് നിമിത്തം നീ അപമാനിക്കപ്പെട്ടു, മരിച്ചേക്കാന്ന് തോന്നി. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ പറഞ്ഞ മരണമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അപമാനപരമായി ജീവിപ്പിച്ചത്. വാക്കുകൾ നിങ്ങൾക്ക് ചുറ്റും ചലിക്കുന്നു. നീ പറഞ്ഞ വാക്കുകൾ നിനക്ക് ചുറ്റും ചലിക്കുന്നു. നിന്റെ സാഹചര്യങ്ങൾക്ക് ചുറ്റും ചലിക്കുന്നു. നിനക്ക് ചുറ്റും ചലിക്കുന്നു. ഇതേപോലെയാണ് ബ്ലെസ്സിംഗ്. ദൈവം പറഞ്ഞ വാക്കുകൾ ഇവനെ നോക്കി പറയുക, നീ ഒരു അനുഗ്രഹമായിരിക്കും. പെട്ടെന്ന് ബിസിനസ് ഐഡിയ ഇവന്റെ അടുക്കിലേക്ക് ചൊല്ലുകയാണ്. മനസ്സിലാവുന്നോ? ഒരാൾക്ക് തോന്നുക ജസിബ, പെട്ടെന്ന് ഇയാൾക്ക് തോന്നുക ഒരു 5 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കണം, ഇയാളെ അനുഗ്രഹിക്കപ്പെടണം. അനുമളുവാ, പെട്ടെന്ന് ഒരാൾക്ക് തോന്നുക ഇയാളെയും കൂടെ എന്റെ പാർട്ട്ണർ ആക്കണമെന്ന് തോന്നുക. ബ്ലെസ്സിംഗ് അയാളുടെ മേൽ വന്നതോടുകൂടെ നാനാ വഴികളിലൂടെ സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്.